വളരെ അടുത്ത ഒരു രോഗി, ചിലപ്പോൾ അത് കുടുംബാംഗം തന്നെ ആയിരിക്കാം, രോഗം കലശലാവുന്നു, കൂടുതലാവുന്നു, അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തി. പ്രത്യേകിച്ച് ക്യാൻസറൊക്കെ ആകുമ്പോൾ 3-4 സ്റ്റേജ് എത്തി. ട്രീറ്റ്മെൻറ്റ് കുറേയൊക്കെ ചെയ്തു. പിന്നെ ഡോക്ടർ പറയുന്നു, ഇനി ഇവിടെ നിന്നൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോ, അവിടെ നിന്നുള്ള ശുശ്രൂഷകൾ ചെയ്താൽ മതി. അപ്പോൾ ക്യാൻസർ പേഷ്യൻ്റാണെങ്കിൽ ആൾ നല്ല സ്വബോധവും പ്രതികരണശേഷിയും പ്രത്യക്ഷത്തിൽ യാതൊരു പ്രയാസങ്ങളും തോന്നാത്തൊരവസ്ഥ കൂടിയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ രോഗിയോട് മുഴുവൻ നമ്മൾ പറയണമെന്നില്ല, ആശ്വസിപ്പിച്ച് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാം ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടെന്നൊക്കെ പറയും. പ്രാദേശികമായി പാലിയേറ്റീവ് കെയറുകാരൊക്കെ ഒരു അഡ്വൈസ് കൂടി വാങ്ങി ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകും. അപ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ മറ്റ് അസുഖങ്ങളൊക്കെ വന്ന് കൂടുതലായി സീരിയസ് ആയ കേസുകൾ. അപ്പോൾ ഇങ്ങനെ വന്നാലും ഇടയ്ക്ക് അവസ്ഥ കുറച്ച് മോശവും പെട്ടെന്ന്. അപ്പം ആശുപത്രിയിൽ കൊണ്ടുപോയാലല്ലേ പറ്റുള്ളൂ. കാരണം വീട്ടിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടറോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മറ്റു പ്രയാസങ്ങളുണ്ട്. ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം, ശക്തമായ പെയിൻ ഉണ്ടാവാം. അപ്പോൾ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോകും. ചിലപ്പോൾ ചികിത്സിച്ചിരുന്ന ആശുപത്രി വലിയ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോകാം. അവിടെ ചെല്ലുമ്പോൾ അധികവും നല്ല ആശുപത്രിക്കാരാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യും, ഒരു റൂമുകളുണ്ടല്ലോ, ICU കൂടാതെ ഒരു റൂം പ്രൊവൈഡ് ചെയ്യും. റൂമിൽ രോഗിയോട് അടുത്ത ആൾക്കാർക്ക് അവിടെ നിൽക്കാം, ശുശ്രൂഷിക്കാം. കാരണം ഡോക്ടേഴ്സിന് അറിയാം ഇത് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള കേസ് കേട്ടോ. അതല്ലെങ്കിൽ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ തന്നെ വിടും. അപ്പോൾ സീരിയസ് ആയി ഏകദേശം സമയമായിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്കും അറിയാം, ഡോക്ടേഴ്സിനും അറിയാം, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അത്തരം അവസ്ഥകൾ. അപ്പോൾ ഈ റൂമിൽ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യം വേണ്ടത് അവർ കൊടുക്കും. ഓക്സിജൻ വേണമെങ്കിൽ അത് കൊടുക്കും, അങ്ങനെ ട്രിപ്പ് കൊടുക്കും. അപ്പോൾ അതൊക്കെ കൊടുത്ത് എല്ലാവരും ശുശ്രൂഷിച്ച് ചിലപ്പോൾ മരണം നടക്കാം, അങ്ങനെ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ചില ആശുപത്രികളിൽ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവരെന്ത് ചെയ്യും, ICUവിൽ അഡ്മിറ്റ് ചെയ്യും. ICUവിലായാലും നമുക്ക് പോയി കാണാനൊന്നും പറ്റില്ല, വിവരങ്ങൾ അറിയാൻ കഴിയില്ല. അത് സീരിയസ് ആയി എത്രത്തോളം ബുദ്ധിമുട്ടായി ഒന്നും നമുക്കറിയാൻ കഴിയില്ല. ചിലപ്പോൾ ആൾ പിന്നെ ICUവിൽ ട്രീറ്റ്മെൻറ്റിലിരിക്കുമ്പോൾ ബോധം പോകാം, മറ്റു പ്രശ്നങ്ങളാവും. അപ്പോൾ അത് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റും, കോമയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ. ഏകദേശം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയാലും ചിലപ്പോൾ ആൾ മരിച്ചതിന് ശേഷം ഡെഡ് ബോഡി ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ ഇങ്ങനെ ഫൈനൽ സ്റ്റേജിലെത്തിയ ഒരു പേഷ്യൻറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോകാനിടവായി വീണ്ടും അവസാന സ്റ്റേജിൽ, ഫൈനൽ സ്റ്റേജിൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയണ്ടേ, ICUവിലൊന്നും കൊണ്ടുപോകണ്ട. അത് ICUവിൽ കൊണ്ടുപോയിട്ട് വലിയ കാര്യമില്ല. ഡോക്ടർ അഡ്വൈസും അങ്ങനെ ആയിരുന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും ഇല്ലാത്തൊരവസ്ഥയല്ലേ. അപ്പോൾ റൂമിൽ തന്നെ ചെയ്താൽ മതി. റൂമിൽ നമ്മളെ ശുശ്രൂഷ, ഞങ്ങൾക്കും കൂടെ നിൽക്കാം, ആ രീതിയിലൊരു സൗകര്യം ചെയ്ത് തരണം എന്ന് പറയുകയും അവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണം. ചെയ്ത് തരുന്നില്ല എന്നവർ വാശി പിടിക്കണമല്ലോ ആശുപത്രിക്കാർ. നമുക്ക് ഓപ്ഷൻ മറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകലേ ഉള്ളൂ. അതായത് നമ്മൾ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടിലായി മാറും.